ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ചാൽ ഈദ് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ളോഗാണ്. ഒരു കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈദും കാര്യങ്ങളും എല്ലാതും? വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരുടെയും വീട്ടുകൾക്കൊക്കെ പോയോ? പെരുന്നാൾ പൈസ കിട്ടിയോ? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ നേരത്തെ കുട്ടികളെന്നൊക്കെ വിളിച്ചു വിട്ടിട്ടുണ്ട്. അവരെല്ലാവരും എണീറ്റ് ഒരു ഉറക്കമൊപ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈ നോക്കിയപ്പോൾ നല്ല മൈലാഞ്ചി ചോത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ഡിസൈനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നോക്കുന്ന സമയത്ത് ലൈറ്റ് ഷെയ്ഡായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇത്രയൊന്നും ചോക്കില്ല, കാരണം ഇട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും മകൾ അതൊക്കെ കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നമ്മൾ ഫാമിലിയോട് തന്നെ ഇരുന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. ഒരുപാടായിട്ട് രാവിലെ മിസ് ചെയ്യുന്നൊരു സംഭവമാണ്. അത്താഴത്തിന് ഞാൻ ചായ ഒന്നും അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മോളുടെ അടുത്ത് മൈലാഞ്ചി ഒന്നും കൂടി കാണിച്ചു തരാൻ പറഞ്ഞാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഡിസൈനും ഒക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കാണാനായിട്ട്, മാഷാ അല്ലാ. അപ്പോൾ അങ്ങനെ എന്നതിന് ശേഷം എന്താ ഫസ്റ്റ് തന്നെ ഫമിക്കുട്ടീനെ റെഡിയാക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഫമിക്കുട്ടിയാണ് നേരത്തെ പള്ളിയിൽ പോകുന്നത്. ഇക്കയും മോനും പോകുന്ന പള്ളി മഹല്ലപ്പള്ളിയാണ്. അവിടെ കുറച്ച് ലേറ്റായിട്ടാണ് പെരുന്നാൾ നമസ്കാരം തുടങ്ങുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ മോളിനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മൈലാഞ്ചി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മളുടെ കയ്യിൽ ഞാൻ മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് എന്തായാലും കയ്യിൽ മൈലാഞ്ചി ആയി, അപ്പം എന്നാൽ ഫുള്ളായിട്ട് ആയിക്കോട്ടെ പറഞ്ഞിട്ട് നന്നായിട്ട് അങ്ങോട്ട് പരത്തി വിട്ടതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചോക്കുന്ന നല്ലൊരു മൈലാഞ്ചിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള മൈലാഞ്ചിയാണ്. അത് എന്തായാലും ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കൈ നല്ലതുപോലെ ചോത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായി വാഷ് ചെയ്തൊക്കെ കളഞ്ഞപ്പോൾ ഇതാ ഇതുപോലെ ചോത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ചിക്കൻ കറിയും അതുപോലെ തന്നെ ദോശയാണ് കേട്ടോ ചുടുന്നത്. കാരണം ഇന്നലത്തെ ചിക്കൻ കറിയാണ്, ഞാൻ രാവിലെ ചിക്കൻ കറിയൊന്നും വെച്ചതൊന്നുമല്ല. അങ്ങനെ ഇതാ ദോശയൊക്കെ ചുടുന്നുണ്ട്. നല്ല കോമ്പിനേഷനായിരുന്നു കേട്ടോ ദോശയ്ക്കും ചിക്കൻ കറി. നല്ല എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഇതായിരുന്നു. കുട്ടികളൊക്കെ നല്ലതുപോലെ തന്നെ കഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവർക്ക് നല്ലതുപോലെ ഇഷ്ടമായി. ആദ്യം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇഷ്ടാവില്ലായിരിക്കുമോ എന്നൊക്കെ, പക്ഷേ അവരെല്ലാവർക്കും നല്ല ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ദോശയ്ക്ക് ചിക്കൻ കറി അങ്ങനെ കൊടുക്കാറില്ല. ഞാൻ മാക്സിമം ഇതിനൊക്കെ ഞാൻ പത്തിരിയോ അല്ലാന്നുണ്ടെങ്കിൽ പുട്ട് അങ്ങനെയുള്ളതൊക്കെ ഇട്ടാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാറ്. പക്ഷെ ഇപ്രാവശ്യം മാവ് കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ അതും ഈ കറിയും എല്ലാം ഇരിക്കുമ്പോൾ ഇനി ഇതിൻ്റെ മീതെ കൂടെ വേണ്ട പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് എളുപ്പമായല്ലോ, വേഗം പണിയും ഒരുങ്ങി. അങ്ങനെ എന്നതിന് ശേഷം ഞാനിതാ മോളിനൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വലിയ കാര്യത്തിലുള്ള മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാറില്ല കേട്ടോ മക്കൾക്കൊന്നും. അവരുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കും, കണ്ണൊന്ന് എഴുതി കൊടുക്കും, അത്ര തന്നെ. ഡ്രസ്സൊന്ന് മാറ്റി കൊടുക്കും. പിന്നെ പുതിയതായിട്ട് നമ്മൾ എടുത്ത് എന്തൊക്കെയാണോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, തനു ഈദ് മുബാറക്ക് പറയാൻ വേണ്ടിയിട്ട്. അവരൊക്കെ നേരത്തെ തന്നെ റെഡിയായിട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവരും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവർ വരുന്ന സമയത്ത് ജസ്റ്റ് മോൾക്ക് ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേഗം തന്നെ ഫാസ്റ്റാക്കി, കാരണം ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അനിയൻ്റെ കുട്ടി വരും. അനിയൻ്റെ കുട്ടിയും അനിയൻ്റെ വൈഫും അനിയനും എല്ലാവരും ഇമ്മിയൊക്കെ കൂടിയിട്ടാണ്, ഫാമിക്കുട്ടിയൊക്കെ കൂടിയിട്ടാണ് ഒരു പള്ളിയിൽ പോണത്. അത്തയും മോനും ഇക്കയും കൂടിയിട്ടാണ് മഹല്ലപ്പള്ളിയിൽ പോണത് കേട്ടോ. അങ്ങനെ അപ്പോൾ അവരെല്ലാവരും റെഡി ആയിട്ടുണ്ട് പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഫാമിക്കുട്ടിയുടെ മുടിയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പിരികൊക്കെ ഒന്ന് എഴുതി കൊടുത്ത് പിന്നെ പൗഡർ ഇട്ട് കൊടുത്ത് ഹെയർ ബാൻഡൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അത്തർ കയ്യിൽ തേച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു കയ്യിലൊക്കെ നല്ലതുപോലെ റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ മേത്തൊക്കെ ഒന്ന് തേച്ച് വിടാൻ. അപ്പോൾ അവൾ പറയാണ് കയ്യിൽ മാത്രം മണക്കണുള്ളൂ ഉമ്മാന്ന്. എന്തായാലും അവളെല്ലാം ഒരുക്കി കഴിഞ്ഞ ശേഷം പിന്നെ നെക്സ്റ്റ്
അവൾക്ക് ഫുഡ് കൊടുക്കലാണ്. അവളെയായിട്ട് കഴിപ്പിക്കാൻ വെച്ചെന്ന് വെച്ചാൽ ഇന്ന് അവൾ പള്ളിയിൽ പോക്കുണ്ടാവില്ല നിസ്കരിക്കാനായിട്ട്. അപ്പോൾ അത് കാരണം വേഗം തന്നെ അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇതാണ് അനിയൻ്റെ കുട്ടിയിട്ടാ. അപ്പോൾ അവനും ഞാൻ ഫുഡൊക്കെ വാരിക്കൊടുത്ത് അങ്ങനെ അവരെല്ലാവരും വന്ന് ഈദ് മുബാറക്ക് പറഞ്ഞ് മോനും അപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഫമിക്കുട്ടിയും മോനും കൂടിയിട്ട് പോയി. എന്നതിന് ശേഷം എന്താ ഫൈമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈമിന് പിന്നെ അധികമൊന്നുമില്ല റെഡി ആവാൻ ബാക്കി. അവൻ ഡ്രസ്സ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വാച്ചും കിട്ടി. അങ്ങനെ അവനും ഇക്കാൻ്റെ കൂടെ പോയിട്ടോ. അങ്ങനെ ഇതിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു ദിവസത്തെ ആ ഹെക്റ്റിക് ടൈം കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും പള്ളിയിൽ പോകണം, അവനെല്ലാവരും റെഡിയാക്കി വിടണം. എന്തോ ഭയങ്കര ഉറക്കം വരലായിരുന്നു കേട്ടോ അന്നത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെ എണീറ്റാൽ ഇങ്ങനെ ഉറക്കം വരലുണ്ടാവില്ല. കാരണം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെ ആവും. അത് എത്ര നേരത്തെയാണ് എന്നുണ്ടെച്ചെങ്കിലും പിന്നെ എനിക്ക് അതിന് ഉറക്കമൊന്നും വരില്ല കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും പോയതിന് ശേഷം പിന്നെ മോള് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എണീറ്റ് അവളിനെ റെഡിയാക്കി അവൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഞങ്ങൾ നേരെ തറവാട്ടിൽ പോവുകയാണ്. മോളുടെ മൈലാഞ്ചിയും നല്ലതുപോലെ തന്നെ ചോത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തത് കാണാനായിട്ട്. അത് നല്ല ഡാർക്ക് കളറായിട്ട് ചോത്തിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കലാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഫസ്റ്റ് വിചാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്നതിന് ശേഷം പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കാമെന്ന്. പിന്നെ തോന്നി വേണ്ട, ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും അതിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എടുക്കാൻ പറഞ്ഞിട്ട് കുട്ടികളുടെ പുതിയ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് അവർക്ക് സാധാരണ ഡ്രസ്സും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ട് ഞങ്ങളും അതിനെ പിന്നെ ഞാൻ ഡ്രസ്സൊന്നും അങ്ങനെ കോസ്റ്റ്യൂമൊന്നും പെരുന്നാൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് പുതിയ നെയ്റ്റി മാത്രമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്നതിന് ശേഷം എന്താ ബിരിയാണി, മട്ടൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൈര് സലാഡ്, പിന്നെ കാച്ചാറ്. പാലക്കാട് റാവുത്തർ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ ഈ ഒഴിച്ചു കറി എന്ന് പറയുന്നത്. കാച്ചാറ്, പരിപ്പും അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറി, അതുപോലെ തന്നെ എല്ലും കൊഴുപ്പും ഒക്കെ ഇട്ടിട്ട്, മട്ടൻ്റെ എല്ലും കൊഴുപ്പാണ് കേട്ടോ ഇടുക. അതെല്ലാം ഇട്ടിട്ട് വെക്കുന്ന ഒരു കറിയാണ്. സത്യം പറഞ്ഞാൽ അതിൽ നമ്മൾ പറയില്ലേ എന്തെന്നാ സാമ്പാർ, എന്താണ് ചിക്കൻ സാമ്പാർ എന്നൊക്കെ പറയില്ലേ എന്ന പോലെ അങ്ങനത്തെ കുറച്ച് കറികളുണ്ട്. കുമ്പളങ്ങയും ചിക്കനും അങ്ങനത്തെ കുറച്ച് കറികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക്. ഈ കറി എന്ന് വെച്ചാൽ നല്ലൊരു കോമ്പിനേഷനാണ്. കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ചിലവരൊക്കെ പറയില്ലേ ബിരിയാണിക്ക് ആരെങ്കിലും കറികളൊക്കെ ഒഴിച്ച് കഴിക്കുമോ എന്നൊക്കെ. പക്ഷെ ഈ കഴിച്ച് നോക്കണം. ചില ബിരിയാണികൾക്ക് ഇത് നല്ല കോമ്പിനേഷനാണ്. നമ്മളെ നാടൻ മലബാർ സൈഡ് ബിരിയാണിയിലൊന്നും ഒഴിച്ച് കഴിക്കാൻ പറ്റില്ല, ഇതുപോലത്തെ ബിരിയാണി കിട്ടാം. അപ്പോൾ ബിരിയാണി അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുമ്പളങ്ങ മുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ മധുരത്തിനായിട്ട്. പിന്നെ നമ്മൾ പായസം വെച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കുമ്പളങ്ങ മുട്ടായി കണ്ട അതിൻ്റെ നിറവും എൻ്റെ മൈലാഞ്ചിയുടെ നിറവും ഒരേപോലെ ഉണ്ട് കാണാനായിട്ട്. ഇടയിൽ ചെറിയ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കൂട്ടാ. കാരണം കുട്ടികളൊന്നും ഉറങ്ങിയിട്ടില്ല, അവരുടെ ഇടയിൽ ഇരുന്നിട്ടാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് വെച്ചെങ്കിൽ സോറി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇരുന്നിട്ട് വർത്താനം പറയല, വെറ്റിലയും ഇതൊക്കെ ഇരുന്നിട്ട് മുറുക്കും ഒക്കെ ചെയ്യുന്നുണ്ട് അവരെല്ലാവരും. ഞാൻ പൊതുവെ ഇതിൻ്റെ ഒന്നും ഫാനല്ല, പക്ഷെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ അത് ഭയങ്കര ഹെൽത്തിയാണ് എന്നൊക്കെ. എങ്ങനെയെന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഹെൽത്തിയാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നതിന് ശേഷം ഞാൻ നേരെ വീട്ടിൽ വന്നു. ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മക്കൾക്കൊക്കെ മാറ്റി കൊടുക്കുകയാണ് എൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട്. പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു 2ാം പെരുന്നാളിന് വരാമെന്നായിരുന്നു. പിന്നെ എല്ലാ പെരുന്നാളിൻ്റെ ഫസ്റ്റ് പെരുന്നാളിൻ്റെ വൈകുന്നേരമാണ് ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരാറ്. അപ്പോൾ എന്തായാലും പറഞ്ഞു വേഗം റെഡി ആയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ കുട്ടികളൊക്കെ റെഡിയാക്കി, ഞാനും റെഡിയായി. അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നും
ഷൂട്ട് ചെയ്യലാണ് കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാല്, നിങ്ങളുടെയൊക്കെ പെരുന്നാളൊക്കെ എങ്ങനെയായിരുന്നു? വീട്ടിലെല്ലാവരും പോയോ? കുടുംബക്കാരൊക്കെ വന്നോ? എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളുടെ വീട്ടിലും രണ്ടാം പെരുന്നാളായപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരും എല്ലാവരും വന്നു. ഞങ്ങൾ ഹാപ്പിയാണ്, എല്ലാവരും കണ്ട സന്തോഷത്തിലാണ്. അതിനിപ്പോൾ ഒരാഴ്ചയേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞു, മദ്രസ തുറക്കും എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? എന്തായാലും കുറച്ച് സമയത്തിനാണെന്നുണ്ടെങ്കിൽ പെരുന്നാൾ ദിവസം തറവാട്ടിൽ കൂട്ടുകൂടുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് അല്ലേ? എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഈ പെരുന്നാളിന് എൻ്റെ അനിയൻ നാട്ടിലുണ്ട്. അനിയൻ എടുത്തു കൊടുത്ത ഡ്രസ്സുകളാണ് ഇപ്പോൾ മക്കൾക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നേരത്തെ ഇട്ട് കൊടുത്തിരുന്ന ഡ്രസ്സുകൾ ഇക്കാൻ്റെ അനിയന്മാരെ എടുത്തു കൊടുത്ത ഡ്രസ്സുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ വിരുന്നേരും ഇവിടെയും ഇക്കാൻ്റെ വീട്ടിൽ വന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നതാണ്. ഞങ്ങൾ മുജണ്ണനും തസ്ലീക്കരൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് അവരിനൊക്കെ കണ്ട് സംസാരിച്ച് അവർ പോയതും ഞങ്ങൾ റെഡിയായി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ചു പോയിട്ട് വീണ്ടും ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യണം. കാരണം നാളേക്കല്ലേ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ അസാൾട്ടായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് പറഞ്ഞത് പോവാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. കാരണം വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കണമല്ലോ, എന്നിട്ട് നമ്മൾക്ക് വരണമല്ലോ. അപ്പം അത് കാരണം ഡ്രസ്സുകളൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. വേഗം തന്നെ പോയി ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ച് എല്ലാവറ്റും ഇങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. എന്നിട്ട് വീണ്ടും ഫോട്ടോസും കാര്യങ്ങളും മക്കളിനെ എല്ലാവരുടെയും ഒരുമിച്ച് നിർത്തിയിട്ടുള്ള ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ട് നിന്നാണ്. പക്ഷെ കാര്യം ഉണ്ടായില്ല കേട്ടോ. ആരെയും കിട്ടുന്നില്ല ഒരുമിച്ച് എടുക്കാൻ. ഒരാൾ ശരിയായി ഒരാൾ ഓക്കെ ആവില്ല. അങ്ങനെ അതാ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. വരുന്ന വഴിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ചില സമയത്ത് മാത്രം ഇങ്ങനെ ഒരു മഴ മൂടാപ്പും കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും വീടെത്തുമ്പോൾ ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ അനിയനും ഇമ്മിയാണ് ഉണ്ടായിരുന്നത്. അനിയത്തി നാളെ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് ഒരുമിച്ച് പോണ സമയത്ത് ഞാൻ ഒരു ബേക്കറിയിൽ കയറി കഴിഞ്ഞ എല്ലാവരും കൂടിയിട്ട് എന്നതിന് ശേഷം ഒരു ഈദ് മുബാറക്ക് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു കേക്ക് മേടിച്ചിട്ടാ. വൈറ്റ് ഫോറസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നീല ബേക്സ് ഉണ്ടല്ലോ, അവിടെയാ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെറുതായിട്ട് വിശക്കണമൊന്നുമില്ല. രാത്രി വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്, ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ എന്തായാലും ബേക്കറിയിൽ കയറി അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരുമല്ലോ. പിന്നെ എനിക്ക് ഈ മോട്ടിച്ചോറ് ലഡു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് ആ ഓറഞ്ച് ഷെയ്ഡുള്ള ലഡു ഉണ്ടല്ലോ, അത് അങ്ങനെ ഞങ്ങൾ അത് കണ്ടപ്പോൾ അത് കുറച്ച് മേടിച്ചു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്. അതിൽ പംകിൻ സീഡ് ഉണ്ടാകും. അത് ഈ ലഡുവിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ അത് ഒരൊറ്റ തവണ എനിക്ക് ആ പംകിൻ സീഡ് കിട്ടിയിട്ടുള്ളൂ ലഡുവിൽ. പിന്നെ ആ ഒരു ടേസ്റ്റിൽ ഞാൻ മേടിച്ചിട്ടുള്ള എല്ലാ ലഡുവും ഫ്ലോപ്പായിരുന്നു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് മേടിച്ചെന്നുള്ളത് അറിയില്ല. എനിക്ക് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വിരുത്തറ കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട്. അതിൽ എൻ്റെ ഇളയിച്ചിട്ട് ഉമ്മ മേടിച്ചിട്ട് വന്നതായിരുന്നു. അത് അങ്ങനെ എന്തായാലും അത് നല്ല ടേസ്റ്റുള്ളൊരു ലഡു ആയിരുന്നു കേട്ടോ. അധികം ഓവർ മധുരമല്ല, ഓറഞ്ച് ലഡു. അതാണ് ഒരു ഇതെന്ന് വെച്ചാൽ ഹൈപ്പ് എന്ന് വെച്ചാൽ. എന്തായാലും കേക്കും അങ്ങനെയെല്ലാം മേടിച്ചുകൊണ്ട് മക്കളൊക്കെ വന്നു. അവർക്ക് വേണ്ടതും മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വണ്ടിയിൽ ഇരുന്നിട്ട് പിന്നെ അത് കഴിക്കൽ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ലഡുവാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ടേസ്റ്റ് ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഓവർ മധുരവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല. മോട്ടിച്ചോറ് ലഡു എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കഴിച്ച ആ ലഡുവിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. എന്നതിന് ശേഷം ആ പ്രിംഗ്ലിസ് ഉണ്ടായിരുന്നു. വെറുതെ ഇരിക്കല്ലേ അപ്പം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പം അതും ഒക്കെ കഴിച്ചും കണ്ട് നേരെ വീടെത്തിയപ്പോൾ 10:30 എല്ലാവരും കിടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന കാരണം വീഴ്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഞാൻ ഇതുവരെ എൻ്റെ ഡ്രസ്സ് കോസ്റ്റ്യൂമൊന്നും കാണിച്ചു തന്നില്ലല്ലോ.
അപ്പോൾ വീട്ടിലെത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. കാരണം ഞാൻ ഡ്രസ്സ് വീഡിയോസോ കാര്യങ്ങളും ഫോട്ടോസോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ വന്നതും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അതിന് ശേഷം ഉമ്മ ഉണ്ടാക്കിയ നൂൽപുട്ടും ബീഫ് കറിയും ഒക്കെ ബീഫ് കറിയും കഴിച്ചുകൊണ്ട് നേരെ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ ഈദ് വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് ഈദ് വിശേഷങ്ങളായിട്ടുള്ള വ്ളോഗായിട്ട് തന്നെ വരാം. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരിക്കുക.